ഹായ് ഓൾ, വെൽക്കം ടു ശിവോഹം. ഇന്ന് നമ്മൾ ഒരു കളക്റ്റീവ് റീഡിംഗ് ചെയ്യുന്നത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫിലെ ഏത് ഇഷ്യൂ ആണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ബുദ്ധിമുട്ടുണ്ടാക്കുന്നത്. അതായത് മുജ്ജന്മത്തിലെ നമുക്ക് ഒരുപാട് ജന്മങ്ങളുണ്ടായിരുന്നു അല്ലേ? അപ്പോൾ ഈ മുജ്ജന്മത്തിലെ എന്തെങ്കിലുമൊക്കെ സിറ്റുവേഷൻസ് പ്രശ്നങ്ങളൊക്കെ ആയിരിക്കാം നമുക്കിപ്പോൾ അൺനോൺ ആയിട്ട് നമ്മളെ ഡിസ്റ്റർബ് ചെയ്യുന്നത്, അല്ലെങ്കിൽ നമ്മുടെ ലൈഫിലുള്ള ചില ബ്ലോക്കുകൾ ക്രിയേറ്റ് ചെയ്യുന്നത്. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ളൊരു കളക്റ്റീവ് റീഡിംഗ് ആണിത് ചെയ്യുന്നത്. ഓർക്കുക, കളക്റ്റീവ് റീഡിംഗ് മാത്രമാണ്. നിങ്ങൾക്കിത് റെസൊനേറ്റ് ആവുന്നില്ല എങ്കിൽ അത് അതിൻ്റെ വഴിക്ക് വിട്ടേക്കുക. അതിൻ്റെ മേലെ ടെൻഷൻ ആവേണ്ട ആവശ്യമില്ല. ഓക്കെ, ഇതിലേതെങ്കിലും ഒരു പോയിന്റ് നിങ്ങൾക്ക് യൂസ്ഫുൾ ആയിട്ട് തോന്നുവാണെങ്കിൽ അത് നിങ്ങളുടെ ലൈഫിലെ ബ്ലോക്കുകൾ മാറ്റാനും മുമ്പോട്ട് പോകാനുള്ള ലൈഫിലേക്ക് യൂസ്ഫുൾ ആവാനും നിങ്ങൾക്ക് സഹായിക്കും. ഓക്കെ, അപ്പോൾ നിങ്ങൾക്കറിയാം മുൻജന്മത്തിലെ ഒരുപാട് കാര്യങ്ങൾ നമ്മുടെ ഈ ഒരു ലൈഫിൽ നമ്മളെ ബാധിക്കുന്നുണ്ട്. ചില മെയിനായിട്ട് റിലേഷൻഷിപ്പ് ഇഷ്യൂസ്. ഓക്കെ, പാസ്റ്റിൽ നമ്മളുമായിട്ട് പല പല കർമാസ് ഉള്ള വ്യക്തികളാണ് ഈ ഒരു ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ കർമ്മ ക്രിയേറ്റ് ചെയ്യുന്നതും ചിലപ്പോൾ സോൾ കണക്ഷൻ തോന്നുന്ന ചില ബന്ധങ്ങൾ സൃഷ്ടിക്കുന്നതും ഒക്കെ. ഓക്കെ, അപ്പോൾ അത്തരത്തിലുള്ള കാര്യങ്ങൾ നമുക്കൊന്ന് നോക്കാം. പേഴ്സണൽ റീഡിംഗ് ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, പേഴ്സണൽ സ്പിരിച്വൽ കൗൺസിലിംഗ് ഒക്കെ ആവശ്യമുള്ളവരുണ്ടെങ്കിൽ, ഒരു ഗൈഡൻസ് ഒക്കെ ആവശ്യമുണ്ടെങ്കിൽ നിങ്ങൾക്ക് എൻ്റെ വാട്സപ്പ് നമ്പറിൽ മെസ്സേജ് ചെയ്തൊരു സ്ലോട്ട് ബുക്ക് ചെയ്യാവുന്നതാണ്. ഓക്കെ, പിന്നെ ചാനൽ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യാൻ വിട്ടുപോരുത്. ഞാൻ ഈ ചെയ്യുന്ന ഗൈഡൻസ് വീഡിയോസൊക്കെ ടൈംലെസ് വീഡിയോ ആണ്. എപ്പോഴാണോ നിങ്ങളുടെ മുന്നിൽ എത്തുന്നത് അപ്പോഴായിരിക്കും നിങ്ങൾക്കത് റെസൊനേറ്റ് ആവുന്നുണ്ടാവുക. സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രമേ ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് ലഭിക്കുള്ളൂ. ഓക്കെ, അപ്പോൾ നമുക്ക് ഇവിടെ 3 ഫയൽസ് വെച്ചിട്ടുണ്ട്, 3 ഫോട്ടോസ് വെച്ചിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഫോട്ടോ ആടാണോ, ഏത് നമ്പറിനോടാണോ അട്രാക്ഷൻ തോന്നുന്നത് അത് സെലക്ട് ചെയ്യാം. ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാൻ തോന്നുവാണെങ്കിൽ ഒന്നിൽ കൂടുതൽ സെലക്ട് ചെയ്യാം. ശേഷം അതിനനുസരിച്ചുള്ള റീഡിംഗ് കേൾക്കാവുന്നതാണ്. ഓക്കെ, അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം. ഫസ്റ്റ് കാർഡ് സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ള മെസ്സേജ്, അതായത് ഈ ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ ആങ്സൈറ്റി, ഫോബിയാസിൽ കൂടി കടന്നു പോകുന്ന ആൾക്കാരായിരിക്കാം. വളരെ പെട്ടെന്ന് പ്രതീക്ഷിക്കാത്ത സമയത്ത് ആങ്സൈറ്റി പോലുള്ള പ്രശ്നങ്ങൾ, പാനിക് അറ്റാക്ക് പോലുള്ള പ്രശ്നങ്ങളൊക്കെ ഫീൽ ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. ഫോബിയാസ്, അതായത് ഭയം, ചില കാര്യങ്ങളോടുള്ള ഭയം. ഈ ഭയം എന്ന് പറയുന്നത് പല കാര്യങ്ങളോടുമായിരിക്കാം. ചില ആൾക്കാർക്ക് വെള്ളത്തോടുള്ള ഭയം, ചില ആൾക്കാർക്ക് എന്തെങ്കിലുമൊക്കെ പെട്ടെന്നുള്ള ഒരു ചെറിയ ചെറിയ സൗണ്ടുകൾ, ഇത്തരത്തിലുള്ള കാര്യങ്ങളോടുള്ള ഭയം, അത് പെട്ടെന്നൊരു ആങ്സൈറ്റിയിലേക്കും അതുവഴി പെട്ടെന്ന് നെഗറ്റിവിറ്റിയിലേക്കും അല്ലെങ്കിൽ ഒരു ടെൻഷനിലേക്കും പോകുന്നൊരു സിറ്റുവേഷൻ, ഇങ്ങനെയുള്ള കാര്യങ്ങളായിരിക്കാം. ഓക്കെ, അപ്പം ഒരു ഫോബിയ എന്നൊരു മെസ്സേജാണ് എനിക്ക് കിട്ടുന്നത്. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ഡോട്ടാണ് കേട്ടോ, അതായത് ഒരു കണക്ഷനാണ് കേട്ടോ. അതായത് ഇപ്പോഴത്തെ കറണ്ട് ലൈഫും പാസ്റ്റ് ലൈഫും തമ്മിലുള്ള ഒരു കുത്തുകളെ യോജിപ്പിക്കുന്നൊരു സിറ്റുവേഷൻ, അത് തമ്മിലുള്ള കണക്ഷൻസാണ് ഈ ഒരു കാർഡ് കൊണ്ട്, ഈ ഒരു ഗ്രൂപ്പ് കൊണ്ട് എനിക്ക് മനസ്സിലാവുന്നൊരു കാര്യം. സോ ആങ്സൈറ്റീസ് തന്നെയാണ് എനിക്ക് പിന്നെയും മനസ്സിലാവുന്നൊരു കാര്യം. സോ ഈ ഒരു ഗ്രൂപ്പിലുള്ള ആൾക്കാർ, അല്ലെങ്കിൽ ഈ ഒരു കാർഡ് സെലക്ട് ചെയ്ത് നിങ്ങളുടെ ഉള്ളിൽ എന്തെങ്കിലും തരത്തിലുള്ള ആങ്സൈറ്റി ഇഷ്യൂസ്, പെട്ടെന്ന് ചെറിയ ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് സെൻസിറ്റീവായിട്ട് ബിഹേവ് ചെയ്യുന്നൊരു ക്യാരക്ടർ ആണെങ്കിൽ, അല്ലെങ്കിൽ ചെറിയൊരു എന്തെങ്കിലും ഒരു കാര്യം വരുന്ന സമയത്ത് പെട്ടെന്ന് പൊട്ടിത്തെറിച്ച് റെസ്പോണ്ട് ചെയ്യുന്ന ആൾക്കാരാണെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഈ ഒരു ലൈഫിൽ നിങ്ങൾ നേടിയെടുത്തതല്ല. സബ് കോൺഷ്യസ്ലി നിങ്ങൾക്കത് പാസ്റ്റ് ലൈഫ് വഴി കണക്റ്റഡ് ആയതാണ് ഈ ആങ്സൈറ്റി. സോ അവെയർ ആയിരിക്കുക, കോൺഷ്യസ് ലെവലിൽ ചിന്തിക്കാൻ ശ്രമിക്കുക. ഇതിന് ഈ ആങ്സൈറ്റി നിങ്ങൾ റിലീസ് ചെയ്യേണ്ടതുണ്ട്. എങ്കിൽ മാത്രമേ നിങ്ങൾക്ക് ഈസി ആയിട്ട് കംഫർട്ടായിട്ട് മുമ്പോട്ട് പോകാൻ സാധിക്കുള്ളൂ. ഈ ഫിയർ എന്ന് പറയുന്നത് നിങ്ങൾക്കുള്ളിൽ എനർജി ബ്ലോക്ക് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അല്ലെങ്കിൽ നിങ്ങൾ ചെയ്യുന്ന ഏതെങ്കിലും ഒരു കാര്യം വളരെയധികം സ്ലോ ആയി പോവാൻ, അല്ലെങ്കിൽ അത് പ്രതീക്ഷിച്ചത്ര റിസൾട്ട് കിട്ടാതിരിക്കാൻ ഒക്കെ ഈ ഒരു ഫോബിയ അല്ലെങ്കിൽ ഈ ഒരു ആങ്സൈറ്റി പ്രശ്നം നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടാവും. ഇൻ കേസ് നിങ്ങൾ ഏതെങ്കിലും ഒരു പുതിയൊരു കാര്യം തുടങ്ങാൻ പോവുകയാണെങ്കിൽ തന്നെ നിങ്ങൾക്കത് വിജയിക്കുമോ, നടക്കുമോ, നന്നാവോ, ഇങ്ങനെയുള്ള ടെൻഷൻസും ഫെയിലിയർ ആവോ എന്നുള്ള പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളും ആങ്സൈറ്റിയിലേക്ക് കൊണ്ടുപോകാം. സോ കണക്ട് ചെയ്യാൻ പറ്റുന്ന ഒരു കാര്യം, ഇത്തരത്തിലുള്ള ആങ്സൈറ്റി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് കൊണ്ടുവന്നതാണ്. സോ ഇതിനെ റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. എക്സാം ഫിയർ, പലതരത്തിലുള്ള ഫിയർ നമുക്കിതിൽ ഇൻക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്. ഈ ഒരു ഗ്രൂപ്പ് തിരഞ്ഞെടുത്ത നിങ്ങൾക്ക് എനിക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, ഷിപ്പുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള മെസ്സേജാണ്. നിങ്ങൾ ഒന്നുകിൽ പാസ്റ്റ് ലൈഫിൽ ഷിപ്പിലെ പാസഞ്ചർ ആയിരിക്കാം, ഷിപ്പിലെ ക്രൂ മെമ്പർ ആയിരിക്കാം, സംതിങ്, അല്ലെങ്കിൽ അവിടെ ഷിപ്പിൽ വർക്ക് ചെയ്യുന്ന ആരെങ്കിലും ആയിരുന്നിരിക്കാം. ഓക്കെ, ഇത്തരത്തിലുള്ള മെസ്സേജുകളാണ് കണക്ട് ചെയ്യാൻ പറ്റുന്നത്. സോ
അപ്പോൾ ഈ ഒരു ഷിപ്പ് എന്ന് പറയുന്നൊരു കാര്യം വരുമ്പോൾ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം എന്തെങ്കിലും ഓഷ്യനിൽ വെച്ചിട്ട് എന്തെങ്കിലും ഒരു അപകടം അല്ലെങ്കിൽ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ സംഭവിച്ചിട്ടുള്ള വ്യക്തികളാണെങ്കിൽ നിങ്ങൾക്ക് വെള്ളത്തോട് വളരെയധികം ഭയം ഉണ്ടാവാനുള്ള സാധ്യതയുണ്ട്. ഓക്കെ, അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു ഫോബിയ ഇവിടെ റിലീസ് ചെയ്യേണ്ടത് അത്യാവശ്യമാണ്. ഓക്കെ, ഒന്നുകിൽ നിങ്ങൾക്ക് കൂടുതൽ എനിക്ക് പിന്നെ കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഒന്നുകിൽ ഓഷ്യൻ നിങ്ങൾക്ക് വല്ലാത്ത ഈ കടലോരത്തൊക്കെ പോയിരിക്കുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിരിക്കാം. അല്ലെങ്കിൽ ബീച്ച് പോലുള്ള സ്ഥലങ്ങളിലേക്കൊക്കെ പോകുമ്പോൾ നിങ്ങൾ വളരെയധികം എക്സൈറ്റഡ് ആയിട്ട് നിങ്ങൾ ബിഹേവ് ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കാം നിങ്ങൾ ഈ ഒരു ഇത്തരത്തിലുള്ള കാര്യങ്ങളായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക വെള്ളമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലും ഒരു കാര്യം ആയിരിക്കണം നിങ്ങളുടെ ഏതെങ്കിലും ഒരു പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ ബന്ധപ്പെട്ടിരുന്നത്. അപ്പോൾ അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഈ വെള്ളത്തോടുള്ള പേടി, തോണിയിൽ കയറാനുള്ള പേടി, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് ഫീൽ ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങൾ ഇതുമായിട്ട് കണക്ട് ചെയ്യേണ്ടതാണ്. അപ്പോൾ അത് അവെയർ ആയിരിക്കും. നമുക്കിതിപ്പോൾ ഒന്നും ചെയ്യാൻ പറ്റില്ല, പാസ്റ്റ് ലൈഫിലോട്ട് പോയിട്ട് നമുക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പോൾ ഇത് അവെയർ ആയിരിക്കുക. കോൺഷ്യസ് ലെവലിൽ ചിന്തിക്കുന്നതോടുകൂടി നമുക്ക് ഒരു പരിധിവരെ നമ്മുടെ ഈ ആങ്സൈറ്റിയിൽ നിന്ന് റിലീസ് ഉണ്ടാവും. പ്ലസ് അത്യാവശ്യമുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് റിലേറ്റഡ് ആയിട്ടുള്ള പേഴ്സണൽ റീഡിങ് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ അതിനേക്കാളും കൂടുതൽ ബെറ്ററായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് റിഗ്രഷൻ തെറാപ്പി എടുക്കാൻ പറ്റുന്നതാണ്. ഇങ്ങനെയുള്ള കാര്യങ്ങൾ ചെയ്യുമ്പോൾ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ഫോബിയാസ് റിലീസായിട്ട് വരും. പിന്നെ ഒരു കൂട്ടം ആൾക്കാർക്ക് ഫോബിയ എന്ന് പറയുന്നത് ഈ ട്രാവലിംഗ് ചെയ്യാനായിരിക്കും ഏറ്റവും കൂടുതൽ പേടി ഉണ്ടാകുന്നത്. ട്രാവലിംഗ് ചെയ്യാന്ന് പറയുമ്പോൾ എവിടെയെങ്കിലും പോകാൻ, അല്ലെങ്കിൽ നിങ്ങളുടെ പ്രിയപ്പെട്ട ആരെങ്കിലും എവിടെയെങ്കിലും പോകാൻ ഇറങ്ങുമ്പോഴത്തേനും നിങ്ങളുടെ ഉള്ളിൽ ആദ്യം ഒരു നെഗറ്റീവ് തോട്ടായിരിക്കും വരുന്നുണ്ടാവുക. സം കൈൻഡ് ഓഫ് ആക്സിഡൻറ്റ്, അല്ലെങ്കിൽ എന്തെങ്കിലും സംഭവിച്ചോ, എന്ത് ചെയ്യും, അങ്ങനെയുള്ള നെഗറ്റീവ് തോട്ടുകളാണ് നിങ്ങൾ വന്ന് അറ്റാക്ക് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക എന്തെങ്കിലും ഒരു ആക്സിഡൻറ്റ് പോലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ അപകടം ഒക്കെ നിങ്ങളുടെ ലൈഫിൽ ഏതെങ്കിലും ഒരു ലൈഫിൽ നിങ്ങൾക്ക് സംഭവിച്ചിട്ടുണ്ടാവാം. ഓക്കെ, റോഡ് ആക്സിഡൻറ്റ് ഇങ്ങനെ തന്നെ വേണം നിർബന്ധമില്ല കേട്ടോ. അപ്പോൾ എന്തെങ്കിലും തരത്തിലുള്ള ആക്സിഡൻറ്റ് അല്ലെങ്കിൽ നിങ്ങളുടെ കൺമുന്നിൽ എന്തെങ്കിലും ഒരു അപകടം നിങ്ങൾ കണ്ടിട്ടുണ്ടാവാം. അപ്പോൾ അതിൻ്റെ ഒരു അറ്റാക്ക്, ഷോക്ക് ഇതൊക്കെ ആയിരിക്കാം നിങ്ങൾ ആങ്സൈറ്റിയിൽ കൊണ്ടെത്തിക്കുന്നത്. ഓക്കെ, അപ്പോൾ ഈ ഒരു ആങ്സൈറ്റി എന്ന് പറയുന്നത് ചിലപ്പോൾ കഴിഞ്ഞ കാലത്തെ ഈ ഒരു ഇൻസിഡൻറ്റ് ഇന്നത്തെ ലൈഫിൽ നിങ്ങൾക്ക് ചിലപ്പോൾ പലതരത്തിലുള്ള പാനിക് അറ്റാക്കായിട്ടായിരിക്കാം വരുന്നുണ്ടാവുക. ഓക്കെ, അപ്പം അത്തരത്തിലുള്ള കാര്യങ്ങൾ അവെയർ ആയിരിക്കാം. ഇത്തരം കാര്യങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്നതായിരുന്നു. അപ്പോൾ അത് കഴിഞ്ഞു, റിലീസായി, ഇനി എനിക്ക് പുതിയൊരു ലൈഫാണ്. സോ ഞാനിവിടെ നല്ല രീതിയിൽ ജീവിക്കേണ്ടത് അത്യാവശ്യമാണ്. അപ്പോൾ എനിക്കിതൊക്കെ റിലീസ് ചെയ്തിട്ട് വേണം മുമ്പോട്ട് പോകാൻ എന്നുള്ള രീതിയിൽ മെഡിറ്റേഷനിൽ കണക്ട് ചെയ്യാൻ ശ്രമിക്കുക. മെഡിറ്റേഷൻ അല്ലെങ്കിൽ ഉറങ്ങുന്ന സമയത്ത് നിങ്ങൾ ഹൈ സെൽഫായിട്ട് നിങ്ങൾക്ക് കണക്ട് ചെയ്തിട്ട് ഈ ഫോബിയയുടെ റീസൺ എന്താണ്, അല്ലെങ്കിൽ ഈ ഇത്തരം ആങ്സൈറ്റി എനിക്ക് വരാനുള്ള കാരണം എന്താണ്, അത് റിലീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയാം. ഓക്കെ, അപ്പോൾ മെഡിറ്റേഷനിലൊക്കെ ഡീപ്പ് മെഡിറ്റേഷനിൽ ഒരു റിലാക്സിങ് സ്റ്റേജിലൊക്കെ പോകുന്ന സമയത്ത് നിങ്ങൾക്കിത് ഹയർ സെൽഫിനോട് ആവശ്യപ്പെടാവുന്നതാണ്. അതുപോലെ തന്നെ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേയും ഇത്തരത്തിലുള്ള ഫിയർ ഉണ്ടെങ്കിൽ അത് റിലീസ് ചെയ്ത് തരാൻ വേണ്ടിയിട്ട് പറയാവുന്നതാണ് കേട്ടോ. സെക്കൻഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങൾക്ക് വരുന്നത് ഒരു റിലേഷൻഷിപ്പ് സംബന്ധമായിട്ടുള്ള, അതായത് ഒരു വ്യക്തി പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ വ്യക്തികളുമായിട്ട് ബന്ധപ്പെട്ട എന്തെങ്കിലുമൊക്കെ കർമാസ് ഹോൾഡ് ചെയ്യുന്ന ഒരു സിറ്റുവേഷനാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാർമിക് റിലേഷൻഷിപ്പ് ഹോൾഡ് ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കും അവിടെ. നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ഒരേപോലുള്ള ഒരേ ടൈപ്പ് റിലേഷൻഷിപ്പ് നിങ്ങളുടെ ലൈഫിൽ അട്രാക്റ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഒരു റിലേഷൻഷിപ്പ് കഴിഞ്ഞു, അതേ പാറ്റേൺ തന്നെ നിങ്ങൾ നെക്സ്റ്റിലും റിപ്പീറ്റ് ചെയ്യുന്നു, അതേ സംഭവം അതേപോലെ വീണ്ടും റിപ്പീറ്റ് ചെയ്യുന്ന ഒരു കാർമികമായിട്ടുള്ള സിറ്റുവേഷൻസ് തന്നെയാണ് നിങ്ങൾ സഫർ ചെയ്തുകൊണ്ടേ ഇരിക്കുന്നതെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ വ്യക്തികളുമായിട്ടുള്ള ഒരു കർമ്മ ഇപ്പോഴും നിലനിൽക്കുന്നുണ്ട്. അപ്പോൾ അത്തരത്തിലുള്ള പ്രശ്നങ്ങൾ റിലീസ് ചെയ്ത് കഴിഞ്ഞാൽ, അല്ലെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാർ, നിങ്ങളെ അബ്യൂസീവായിട്ട് നിൽക്കുന്ന ആൾക്കാർ, അല്ലെങ്കിൽ നിങ്ങൾക്ക് വീണ്ടും എനർജി ബ്ലോക്ക് തരുന്ന അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഇപ്പോഴും ഹോൾഡ് ചെയ്യുന്നുണ്ട്. നിങ്ങൾ മനസ്സിലാക്കുക അത് കാർമിക് സിറ്റുവേഷൻ നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് റിലീസ് ചെയ്തുകൊണ്ടിരിക്കുന്നതാണ്. സോ അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ അത്തരത്തിലുള്ള ആൾക്കാരെ ലൈഫിൽ നിന്ന് മാറ്റിക്കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്ക് കർമ്മ റിലീസ് ചെയ്യാൻ പറ്റും. അപ്പോൾ എനർജി മെയിൻറ്റെയിൻ ചെയ്ത് കൊണ്ടുപോകാൻ പറ്റാത്തത് ഇത്തരത്തിലുള്ള ആൾക്കാരുമായിട്ടുള്ള ബന്ധങ്ങളാണ്. പിന്നെ എനിക്ക് ഒരു കൂട്ടം ആൾക്കാർക്ക് ഫീൽ ചെയ്യുന്നൊരു കാര്യം, നിങ്ങൾക്ക് പാരൻസ് ടോക്സിക് ആയിരിക്കാം. മെയിനായിട്ട് അച്ഛൻ്റെ ഭാഗത്തു നിന്ന് നിങ്ങൾക്ക് വളരെയധികം ടോർച്ചറിങ് ആയിട്ടുള്ള സിറ്റുവേഷൻസ് ആയിരിക്കണം ലഭിച്ചിട്ടുണ്ടാവുക. സോ ഇത് തന്നെയാണ് നിങ്ങളുടെ ലൈഫിൽ ചിലപ്പോൾ റിപ്പീറ്റഡായിട്ട് അത്തരത്തിലുള്ള ആൾക്കാർ നിങ്ങളുടെ ലൈഫിൽ റിലേഷൻഷിപ്പ്, ഹസ്ബൻഡ് അല്ലെങ്കിൽ ലവർ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ടാവുക. അതേ ക്യാരക്ടറുള്ള ആൾക്കാരെ നിങ്ങൾ മാനിഫെസ്റ്റ് ചെയ്ത് അട്രാക്റ്റ് ചെയ്ത്
നിങ്ങളുടെ ലൈഫിലേക്ക് എടുക്കുന്നുണ്ടാവും. അപ്പോൾ മനസ്സിലാക്കുക, ഈ ഒരു കാര്യം ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്ന് നിങ്ങൾക്ക് റിലീസ് ചെയ്യാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ എടുക്കേണ്ട ആക്ഷൻ എന്ന് പറയുന്നത് നിങ്ങളുടെ ഫാദറിൻ്റെ അടുത്ത് ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക എന്നുള്ളതാണ്. നിങ്ങളിൽ ചിലർക്ക് ഇപ്പോഴും ഫാദറിൻ്റെ അടുത്ത് ഒരു അറ്റാച്ച്മെൻറ്റ് അല്ലെങ്കിൽ അറ്റാച്ച്മെൻറ്റ് ഉണ്ടാവില്ല. അത് മാത്രമല്ല ഫാദറിൻ്റെ അടുത്ത് ക്ഷമിക്കാൻ പറ്റാത്ത തരത്തിലുള്ള, അല്ലെങ്കിൽ എൻ്റെ കുട്ടിക്കാലം ഇങ്ങനെ ആയതുകൊണ്ടാണ്, അല്ലെങ്കിൽ ഫാദറിൻ്റെ ഒരു അറ്റാച്ച്മെൻറ്റ് എനിക്ക് ഇല്ലാത്തത് കൊണ്ടാണ് എൻ്റെ ലൈഫ് ഇങ്ങനെ ആയിപ്പോയി എന്നുള്ള തോട്ടുകളൊക്കെ ഉണ്ടെങ്കിൽ, അച്ഛൻ്റെ സപ്പോർട്ട് കെയർ കിട്ടാത്തൊരു വ്യക്തി ആയതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെ ആയെന്നുള്ള തോട്ട് ഉണ്ടെങ്കിൽ നിങ്ങൾ ഫാദറിനെ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. ഫൊർഗീവ്നെസ് മെഡിറ്റേഷൻ ചെയ്യുക. ഫാദറിനെ മനസ്സിൽ വിചാരിച്ചിട്ട് പുറത്ത് കൊടുക്കുക. ഈ പുറത്ത് കൊടുക്കുക എന്ന് പറയുമ്പോൾ, ഫൊർഗീവ് ചെയ്യുക എന്ന് പറയുമ്പോൾ വീണ്ടും നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടർ നമ്മളിലേക്ക് എടുക്കുക എന്നുള്ളതല്ല. ഞാൻ പറഞ്ഞല്ലോ, ക്ലിയറായിട്ട് നമ്മൾ ബൗണ്ടറി സെറ്റ് ചെയ്ത് മാറ്റി നിർത്താം. പക്ഷേ നമ്മുടെ മനസ്സിൻ്റെ സമാധാനത്തിന് വേണ്ടിയിട്ട് ക്ഷമിച്ചു കൊടുക്കുന്നതോടുകൂടി പതിയെ നിങ്ങൾ ഈ ടോക്സിക് ആയിട്ടുള്ള റിലേഷൻഷിപ്പ് ഇഷ്യൂസിൽ നിന്ന് ഹീലായിട്ട് പുറത്ത് വരുന്നതാണ്. നിങ്ങളിൽ ചിലർ ഈ ഈജിപ്ഷ്യൻ കൾച്ചറുമായിട്ട് വളരെയധികം താല്പര്യമുള്ള ആൾക്കാരായിരിക്കണം. ഓക്കെ, അത്തരത്തിലുള്ള കാര്യങ്ങൾ ഗവേഷണം നടത്തുന്നതൊക്കെ ഇൻട്രസ്റ്റഡ് ആയിട്ടുള്ള ആൾക്കാരായിരിക്കാം. അല്ലെങ്കിൽ ഈജിപ്ഷ്യൻ പിരമിഡ്, മമ്മീസ്, അതിനെക്കുറിച്ചൊക്കെ വളരെയധികം താല്പര്യമുള്ള ആൾക്കാരായിരിക്കാം. അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കാനും കാണാനൊക്കെ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കും. അതിനെക്കുറിച്ച് കൂടുതൽ നോളജ് സമ്പാദിക്കാൻ ആഗ്രഹിക്കുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് ആ ഒരു ഏരിയ ആയിട്ട് അല്ലെങ്കിൽ ആ ഒരു കൾച്ചറുമായിട്ട് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫ് ബന്ധമുണ്ട്. അതുകൊണ്ടാണ് ഇത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് നിങ്ങൾ കൂടുതൽ ഇൻവോൾവ് ആവാൻ ആഗ്രഹിക്കുന്നത്. ചില ആൾക്കാർക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങളോട് പേടിയായിരിക്കും കേട്ടോ. അങ്ങനെ പേടിയുള്ള ആൾക്കാരുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഈ ചില ആൾക്കാരുടെ ഗ്രൂപ്പ് എനിക്ക് ഫീൽ ചെയ്യുന്നത്, നിങ്ങൾക്ക് ഈജിപ്ഷ്യൻ കൾച്ചർ മാത്രമല്ല, ചിലപ്പോൾ മരിച്ച വീട്ടിൽ പോകാൻ പേടിയുള്ള ആൾക്കാർ, സംതിങ് അത്തരത്തിലുള്ള വാർത്തകൾ കേൾക്കുമ്പോൾ ഷോക്കായിട്ട് വരുന്ന ആൾക്കാർ, അത്തരം വാർത്തകൾ കേൾക്കാൻ താല്പര്യപ്പെടാത്ത ആൾക്കാർ, ആരുടെയെങ്കിലും മരണ വാർത്തകൾ വരുമ്പോൾ സ്കിപ്പ് ചെയ്ത് പോകുന്ന ചില ആൾക്കാർ ഇങ്ങനെ ഉണ്ടെങ്കിൽ, ഇത്തരം വാർത്തകൾ, ഇങ്ങനെയുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് നെഗറ്റീവായിട്ട് തോന്നുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങൾക്കിത് ഫിയർ ക്രിയേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നമുക്ക് ദുരന്ത വാർത്തകൾ എപ്പോഴും ടെൻഷനും നെഗറ്റിവിറ്റിയും തരും. പക്ഷേ അത് നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് എന്തെങ്കിലുമൊക്കെ അപകട വാർത്തകളൊക്കെ കേൾക്കുന്ന സമയത്ത് നിങ്ങളുടെ ഉള്ളിൽ അത് 3-4 ദിവസത്തേക്ക് ഭയങ്കരമായിട്ട് നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യുന്നുണ്ടെങ്കിൽ, ഫ്രസ്ട്രേറ്റ് ചെയ്യുന്നുണ്ടെങ്കിൽ, നിങ്ങൾ മനസ്സിലാക്കുക, പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ട്രോമാസ് ഇപ്പോഴും നിങ്ങൾക്ക് എക്സിസ്റ്റ് ചെയ്യുന്നുണ്ട്. സോ അത്തരത്തിലുള്ള ആൾക്കാരുണ്ടെങ്കിൽ ഇത് മാറാൻ വേണ്ടിയിട്ട് നിങ്ങൾക്ക് 21 days ബ്രീത്തിങ് എക്സസൈസ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ്. അല്ലാന്നുണ്ടെങ്കിൽ നിങ്ങൾ ഡീപ്പായിട്ട് വായിൽക്കൂടി ഡീപ്പ് ബ്രീത്തിങ് ചെയ്യുക. അപ്പോൾ ഒരു പോസിറ്റീവ് ലൈറ്റ് നിങ്ങളുടെ ഉള്ളിലേക്ക് വരുന്നതും, നിങ്ങളുടെ ഉള്ളിലെ ഒരു ഡിവൈൻ ലൈറ്റ് സ്പ്രെഡ് ചെയ്യുന്നതും വിഷ്വലൈസ് ചെയ്യുക. വായിൽ കൂടി എക്സെയിൽ ചെയ്യുക. വായിൽ കൂടി എക്സെയിൽ ചെയ്യുന്ന സമയത്ത്, മുതൽ കൂടി എക്സെയിൽ ചെയ്യുന്ന സമയത്ത് ഒരുപാട് ഉള്ളിലെ നെഗറ്റിവിറ്റീസ് ഒരു ബ്ലാക്ക് പുകയായിട്ടോ മറ്റോ പുറത്തോട്ട് പോകുന്നതായിട്ട് നിങ്ങൾ വിഷ്വലൈസ് ചെയ്യുക. ഇത് കറക്റ്റായിട്ട് 21 days പ്രാക്ടീസ് ചെയ്ത് പോയ, ഡെയിലി ഒരു 5 മിനിറ്റെങ്കിലും വെച്ച് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള ആ ഫിയറിന് അവെയർ ആവുക ആദ്യം. അതിനുശേഷം ഈ ബ്രീത്തിങ് ചെയ്യുകയാണെങ്കിൽ ഇത്തരത്തിലുള്ള ഫിയർ മാറിക്കിട്ടുന്നതാണ്. ചിലരിൽ ഈ ഒരു കാർഡ് കണക്ട് ചെയ്യാൻ പറ്റുന്നത് ട്വിൻ ഫ്ലെയിം കണക്ഷനാണ്. നിങ്ങളുടെ ലൈഫിൽ ഇപ്പോൾ ട്വിൻ ഫ്ലെയിം കണക്ഷൻ എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ നിങ്ങളിപ്പോൾ സെപ്പറേഷനിലാണ്, നോ കോണ്ടാക്ട് സിറ്റുവേഷനിലാണെങ്കിൽ ഒരു റീയൂണിയൻ നിങ്ങളുടെ ലൈഫിൽ പോസിബിളാണ്. പക്ഷേ അതിന് മുന്നേ ആയിട്ട് നിങ്ങളുമായിട്ട് അലൈൻ ആവാൻ, അല്ലെങ്കിൽ യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് അലൈൻ ആവാൻ ശ്രമിക്കേണ്ടതാണ്. ട്വിൻ ഫ്ലെയിം യൂണിയൻ എന്നൊരു കോൺസെപ്റ്റിൽ അഡിക്റ്റഡ് ആയിട്ട് പോവാതിരിക്കാൻ ശ്രദ്ധിക്കേണ്ടതാണ്. ഓക്കെ, കാരണം ഇതൊരു പാസ്റ്റ് ലൈഫ് കണക്ഷൻ, പാസ്റ്റ് ലൈഫ് സോൾ കോൺട്രാക്റ്റാണ്. ഓക്കെ, അപ്പോൾ അതിൻ്റെതായ സമയം ഉണ്ടാവും, സമയമെടുക്കും. സോ ഡിവൈൻ ടൈമിൽ ട്രസ്റ്റ് ചെയ്യുക കേട്ടോ. അപ്പോൾ നിങ്ങൾ പ്രാക്ടീസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. ഓക്കെ, നിങ്ങളോട് അൺകണ്ടീഷണൽ ലവ് പ്രാക്ടീസ് ചെയ്യാൻ ശ്രമിക്കുക. മേ ബി നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിങ്ങളോട് നീതി പുലർത്താത്തൊരു വ്യക്തിയായിരിക്കാം. ഓക്കെ, നിങ്ങളെ മറന്നിട്ട് നിങ്ങൾ വേറെ പല സിറ്റുവേഷൻസും, അല്ലെങ്കിൽ നിങ്ങളെ ശ്രദ്ധിക്കാതെ നിങ്ങളുടെ പല ആവശ്യങ്ങളും, സ്വന്തം ആവശ്യങ്ങൾ നിരസിച്ചിട്ട് അങ്ങനെ ഒരു അവസ്ഥയിൽ കൂടി കടന്നുപോയ വ്യക്തികളായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് നിങ്ങളുടെ ഭാഗത്തേക്ക് ശ്രദ്ധിക്കാനുള്ള ഒരു സമയമോ അല്ലെങ്കിൽ സൗകര്യമോ ലഭിക്കാത്ത വ്യക്തികളായിരിക്കാം. അപ്പോൾ ഈ ഒരു സോൾ കോൺട്രാക്റ്റ് നിങ്ങളെ ശ്രദ്ധിക്കാൻ വേണ്ടിയിട്ട് മാക്സിമം നിങ്ങളുടെ ഗ്രോത്തിന് വേണ്ടിയിട്ട് യൂസ് ചെയ്യുക. സ്പിരിച്വൽ പ്രാക്ടീസസിന് ഇമ്പോർട്ടൻസ് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം പാസ്റ്റ് ലൈഫിൽ നിങ്ങൾ സ്പിരിച്വലി ഒരുപാട് അലൈൻ ആയിരുന്നു, പക്ഷേ അവിടെ എന്തൊക്കെയോ കാര്യങ്ങൾ ബാക്കി വെച്ചിട്ടായിരിക്കണം നിങ്ങൾ ഈ ഒരു ലൈഫ് ടൈം
ഈ ഒരു ലൈഫിൽ വീണ്ടും വന്നത്. അപ്പോൾ നിങ്ങൾ ബാക്കി വെച്ചുള്ള കാര്യങ്ങൾ എന്തൊക്കെയാണ് എന്നുള്ളത് മെഡിറ്റേഷനിലിരിക്കുമ്പോൾ നിങ്ങൾ സ്വയം നിങ്ങളോട് ചോദിക്കുക, നിങ്ങളുടെ ഹയർ സെൽഫായിട്ട് കണക്റ്റഡ് ആവുക, നിങ്ങളുടെ പാഷനിലേക്ക് നിങ്ങൾ തിരിയുക, നിങ്ങളുടെ സോൾ കോൺട്രാക്റ്റ് നിങ്ങളുടെ സോൾ എഗ്രിമെൻറ്റ്, സോൾ പേർപ്പസിലേക്ക് നിങ്ങൾ തിരിയാൻ ശ്രമിക്കുക. ഓക്കെ, അതുവഴി നിങ്ങൾക്ക് ഹീലാവാൻ സാധിക്കുന്നതാണ്. ചില ആളുകളിൽ ഒരു റൊമാൻറ്റിക് ഇൻസെക്യൂരിറ്റീസ് ഉള്ള ആൾക്കാരായിരിക്കാം. അപ്പം മുന്നേയുള്ള ലൈഫ് ടൈമിൽ നിങ്ങൾക്ക് ഇത്തരത്തിലുള്ള കാര്യങ്ങൾ അല്ലെങ്കിൽ ഇൻസെക്യൂരിറ്റീസ്, ഈ റൊമാൻറ്റിക് സംബന്ധമായിട്ടുള്ള ഇൻസെക്യൂരിറ്റീസ് നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ നിങ്ങൾ കീപ്പ് ചെയ്യുന്നുണ്ടാവാം. അപ്പോൾ അങ്ങനെ നിങ്ങൾക്കിപ്പോൾ ഒരു ട്രസ്റ്റ് ഇഷ്യൂ, ഹസ്ബൻഡ് വൈഫ് അല്ലെങ്കിൽ നിങ്ങളുടെ ലവറിന് ട്രസ്റ്റ് ഇഷ്യൂ, അല്ലെങ്കിൽ അവരുടെ ലൈഫിൽ തേർഡ് പാർട്ടീസ് വരുമോ, വേറെ വ്യക്തികളായിട്ട് അവർ കണക്റ്റഡ് ആവുമോ എന്നുള്ള ഫിയർ ഉണ്ടാവാം നിങ്ങളുടെ ഉള്ളിൽ. ഇത്തരത്തിലുള്ള ഫിയർ നിങ്ങൾ ഹോൾഡ് ചെയ്യുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് പാസ്റ്റ് ലൈഫിൽ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിലോട്ട് കയറിക്കൂടിയ സംഭവങ്ങളാണ്. സോ അതിനെ റിലീസ് ചെയ്യാൻ ശ്രമിക്കുക. അതിനെ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിക്കുക എന്ന് പറയുമ്പോൾ നിങ്ങൾ നിങ്ങളോട് കൂടി അലൈനായിരിക്കാൻ ശ്രമിക്കുക. നിങ്ങളുടെ ഉള്ളിലുള്ള ഇൻസെക്യൂരിറ്റീസ്, നിങ്ങളോടുള്ള ഡൗട്ട്സ്, ഇത്തരത്തിലുള്ള കാര്യങ്ങൾ നിങ്ങൾ ക്ലിയർ ചെയ്യാൻ ശ്രമിക്കുക. അതിന് നിങ്ങളുമായിട്ട് അലൈനായിരിക്കാൻ ശ്രമിക്കുക. മെഡിറ്റേഷനിൽ കൂടുതൽ സമയം കണ്ടെത്തുക. പ്രസൻറ്റ് മൊമെൻറ്റിൽ അവെയർ ആയിരിക്കാൻ ശ്രമിക്കുക. മൈൻഡ്ഫുൾനെസ് മെഡിറ്റേഷൻസ് നിങ്ങളെ ഈ ഒരു കാര്യത്തിൽ ഒരുപാട് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, തേർഡ് പൈൽ സെലക്ട് ചെയ്താൽ, തേർഡ് ഫോട്ടോ സെലക്ട് ചെയ്താൽ നിങ്ങൾക്കുള്ളൊരു മെസ്സേജ് എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്ന കാര്യം, നിങ്ങൾ ചിലർ അമ്മയോട് വളരെയധികം അറ്റാച്ച്മെൻ്റ് ഉള്ള ആൾക്കാരായിരിക്കാം. അത്തരത്തിലുള്ള ആൾക്കാരാണെങ്കിൽ നിങ്ങൾക്ക് കിട്ടുന്നൊരു മെസ്സേജ്, നിങ്ങൾ അമ്മയുമായിട്ട് പാസ്റ്റ് ലൈഫിൽ, അതായത് ഇപ്പോൾ നിങ്ങളുടെ ഈ ഒരു കറണ്ട് ലൈഫിലുള്ള അമ്മ തന്നെയാണ് നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ ഒരുപാട് ലൈഫിൽ നിങ്ങളുടെ അമ്മയായിട്ട് അല്ലെങ്കിൽ അമ്മ കുട്ടി ഒരു ബന്ധമായിരിക്കണം നിങ്ങൾ പരസ്പരം അങ്ങോട്ടും ഇങ്ങോട്ടും ഉണ്ടായിരുന്നത്. സോ അതിൻ്റേതായിട്ടുള്ള ഇമോഷണൽ ഫിസിക്കൽ ബോണ്ട് നിങ്ങളുടെ ഇടയിൽ ഉണ്ട്. ഓക്കെ, അത് നിങ്ങൾക്കിപ്പോൾ ഫീൽ ചെയ്യുന്നുണ്ടാവും. ഒരു ഹെൽത്തി ലവിങ് റിലേഷൻഷിപ്പ് അമ്മയായിട്ട് നിങ്ങൾക്കിപ്പോൾ ഈ ഒരു ലൈഫ് ടൈമിൽ ഫീൽ ചെയ്യുന്നുണ്ടാവാം. സോ വളരെ നല്ല കാര്യമാണ്. ഇവിടെ ഇത്തരത്തിലുള്ള ആൾക്കാർക്ക് ഏറ്റവും കൂടുതൽ അബൻഡൻസ് അല്ലെങ്കിൽ ഒരുപാട് കാര്യങ്ങൾ ലഭിക്കുന്നത് മദർ എർത്ത്, നിങ്ങൾ മദർ എർത്തുമായിട്ട് വളരെയധികം കണക്റ്റഡ് ആയിട്ടുള്ള വ്യക്തികളാണ്. സോ ഡെയിലി ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക. നിങ്ങൾക്ക് കൂടുതൽ നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ സംഭവിച്ചുകൊണ്ടിരിക്കും. ഓക്കെ, പിന്നെ ചില ആൾക്കാർക്ക് അമ്മയായിട്ട് അത്ര നല്ല അറ്റാച്ച്മെൻറ്റ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾ വളരെയധികം കൺട്രോൾ ചെയ്യുന്ന വ്യക്തികളായിരിക്കാം. മറ്റുള്ളവരെ കൺട്രോൾ ചെയ്യാനും അല്ലെങ്കിൽ മറ്റുള്ളവരെ നിങ്ങളെ കൺട്രോൾ ചെയ്യാനും നിങ്ങളിലേക്ക് നല്ല കാര്യങ്ങൾ വരുന്നത് നിങ്ങൾക്ക് ഡൗട്ടും ഉള്ള വ്യക്തികളായിരിക്കും. നിങ്ങൾക്കിപ്പോൾ ഒരുപാട് നല്ല കാര്യങ്ങൾ വരുന്നുണ്ടാവാം, പക്ഷേ നിങ്ങളത് ബ്ലോക്ക് ചെയ്യുവാണ്. ഓക്കെ, അതായത് അവിടെയാണ് ഞാൻ പറഞ്ഞത്, അമ്മയായിട്ട് അത്ര നല്ല ബന്ധമില്ലാത്ത ആൾക്കാരാണെങ്കിൽ നിങ്ങളിലേക്ക് വരുന്ന നല്ല കാര്യങ്ങളെ നിങ്ങൾ നെഗറ്റീവായിട്ട് ചിന്തിക്കുകയും അത് എനിക്കിത് ലഭിക്കുമോ, സബ് കോൺഷ്യസ്ലി നിങ്ങളുടെ ഉള്ളിൽ ഒരുപാട് നെഗറ്റീവ് തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടും, നെഗറ്റീവ് സെൽഫ് ടോക്ക് ക്രിയേറ്റ് ചെയ്യപ്പെടുകയും നിങ്ങൾക്കത് ലഭിക്കുമോ എന്നുള്ള ഡൗട്ട്സ് ഉണ്ടാവുകയും ചെയ്യും. ഓക്കെ, അപ്പോൾ നിങ്ങളിലേക്ക് വരുന്ന കാര്യങ്ങൾ നിങ്ങൾ ബ്ലോക്ക് ചെയ്യുകയാണ് ചെയ്യുന്നത്. ഇത് ഈ ഒരു ലൈഫ് ടൈമിൽ തന്നെ ആയിരിക്കണം എന്നില്ല. പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങൾ, അമ്മയായിട്ട് നല്ല റിലേഷൻഷിപ്പ് ഇല്ലാത്ത വ്യക്തികളാണെങ്കിലും നിങ്ങൾക്ക് ഈ ഒരു ലൈഫ് ടൈമിൽ ഇത് ഫീൽ ചെയ്യാം. ചിലപ്പോൾ നിങ്ങൾക്ക് നല്ല കാര്യങ്ങൾ എത്ര ശ്രമിച്ചാലും ചിലപ്പോൾ നല്ല കാര്യങ്ങൾ നിങ്ങളുടെ ലൈഫിലേക്ക് വരുന്നുണ്ടാവില്ല. അപ്പോൾ നിങ്ങൾ ചെയ്യേണ്ട കാര്യം ഗ്രൗണ്ടിങ് മെഡിറ്റേഷൻ പ്രാക്ടീസ് ചെയ്യുക, എർത്തുമായിട്ട് കണക്ട് ചെയ്യാൻ ശ്രമിക്കുക, ചെരുപ്പിടാതെ ഭൂമിയിൽ കൂടി നടക്കാൻ ശ്രമിക്കുക, ഭൂമിയായിട്ട് ഒരു ബന്ധം സ്ഥാപിക്കാൻ ശ്രമിക്കുക. പിന്നെ അമ്മയ്ക്ക് ഫോർഗീവ് ചെയ്ത് കൊടുക്കുക. ഓക്കെ, അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നങ്ങളുള്ള ആൾക്കാർ, അതല്ലാന്നുണ്ടെങ്കിൽ പാസ്റ്റ് ലൈഫിൽ നിങ്ങൾക്ക് അമ്മയായിട്ട് എന്തെങ്കിലും പ്രശ്നം ഉണ്ടെന്നുണ്ടെങ്കിൽ അതും നമുക്ക് ഈ ഒരു മെത്തേഡ് വഴി റിലീസ് ചെയ്യാൻ പറ്റുന്നതാണ്. നിങ്ങളിലേക്ക് കൂടുതൽ അബൻഡൻസ് വന്നു ചേരുന്നതാണ്. വേറെ എനിക്ക് കണക്ട് ചെയ്യാൻ പറ്റുന്നൊരു കാര്യം ഇവിടെ, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ ഹീലേഴ്സ് ആയിരിക്കാം. ഓക്കെ, ഇപ്പോൾ നിങ്ങൾ ചിലപ്പോൾ മറ്റുള്ള ആൾക്കാരെ ഒന്ന് ജസ്റ്റ് തൊടുമ്പോൾ അല്ലെങ്കിൽ അവരോടൊന്ന് സംസാരിക്കുമ്പോൾ തന്നെ അവർക്ക് ചിലപ്പോൾ ഒരുപാട് പോസിറ്റിവിറ്റി, ഒരുപാട് അസുഖങ്ങൾ മാറിയ കാര്യങ്ങളൊക്കെ നിങ്ങളുടെ അടുത്ത് പറയുന്നുണ്ടാവാം ആൾക്കാർ. അപ്പോൾ നിങ്ങളുടെ സോൾ പർപ്പസ് എന്ന് പറയുന്നത് ഒരു ഹീലിംഗ് വർക്കാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങളത് എങ്ങനെ മുന്നോട്ട് കൊണ്ടുപോകണം, അല്ലെങ്കിൽ അത്തരം ആൾക്കാരുടെ നിന്ന് പൈസ വാങ്ങിക്കുന്ന തെറ്റല്ലേ, ഇത്തരത്തിലുള്ള ചിന്താഗതികൾ കൊണ്ട് നടക്കുന്നുണ്ടെങ്കിൽ മനസ്സിലാക്കുക, ഇത് നിങ്ങളുടെ സോൾ പർപ്പസാണ്. നിങ്ങൾക്കതിൽ ഹീലിംഗ് വർക്ക് ചെയ്യുമ്പോൾ നിങ്ങളതിന് എമൗണ്ട് വാങ്ങിക്കേണ്ടത്
അത്യാവശ്യമാണ്. നിങ്ങൾക്ക് കർമ്മ റിലീസ് ചെയ്യാൻ വേണ്ടിയിട്ട് അത് അത്യാവശ്യമാണ്. ഓക്കെ, ചിലപ്പോൾ നിങ്ങൾ മറ്റുള്ളവർക്ക് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കുമ്പോൾ അവരുടെ കർമ്മ നിങ്ങൾക്ക് ചിലപ്പോൾ നെഗറ്റീവായിട്ട് വരുന്നുണ്ടാവാം. അപ്പോൾ മനസ്സിലാക്കുക, നിങ്ങളിത് ഇത്തരത്തിൽ ഒരു ദക്ഷിണയായിട്ട് വാങ്ങിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഈ നെഗറ്റിവിറ്റി നിങ്ങളിലേക്ക് വരാതെ നോക്കാൻ പറ്റും. ചില ആൾക്കാർ ഇതൊരു ജോബ് പ്രൊഫഷണലായിട്ടായിരിക്കില്ല ചെയ്യുന്നത്, അല്ലാതെ തന്നെ ചെയ്യുന്ന ആൾക്കാരുണ്ടായിരിക്കാം ഈ ഒരു കൂട്ടത്തിൽ. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കുക, നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് അക്വയറായിട്ട് വന്ന ഒരു നോളജാണ്, പവറാണ്, നിങ്ങളുടെ സോൾ പർപ്പസാണിത്. സോ നിങ്ങൾക്കിത് നിങ്ങളുടെ സോൾ പർപ്പസായിട്ട് കൊണ്ടുപോകാൻ പറ്റുന്നതാണ്. എനിക്കിവിടെ ഫീൽ ചെയ്യാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ പലരും പല എക്സ്പീരിയൻസസ് ഹാർട്ട് ബ്രേക്കിംഗ് ആയിട്ടുള്ള ഒരുപാട് എക്സ്പീരിയൻസസ് കഴിഞ്ഞ് തിരിച്ച് നിങ്ങളുടെ ഒരു സോൾ പർപ്പസ് അല്ലെങ്കിൽ ഒരുപാട് ലെസൺസ് പഠിച്ച് നിങ്ങളൊരു യൂണിവേഴ്സൽ ഫ്രീക്വൻസി ആയിട്ട് അലൈനായിട്ട് വന്നുകൊണ്ടിരിക്കുന്നൊരു സ്റ്റേജാണ്. സോ കൺഗ്രാറ്റുലേഷൻ. പാസ്റ്റ് ലൈഫിൽ ഒരുപാട് സ്പിരിച്വൽ ആയിട്ടുള്ള വർക്കുകൾ ചെയ്തതിൻ്റെ ബാക്കി തന്നെയാണ് നിങ്ങൾക്ക് ഈ ഒരു ലൈഫ്. സോ സ്പിരിച്വലി നിങ്ങൾ കുറച്ചും കൂടി അലൈനായി കഴിഞ്ഞാൽ, അല്ലെങ്കിൽ സ്പിരിച്വൽ അലൈനാവാന്ന് പറയുമ്പോൾ കുറേ കൂടി നിങ്ങളുടെ ആ ഉള്ളിലുള്ള ആ ഒരു ട്രൂ സെൽഫായിട്ട്, അത് ഒരു ഒതൻറ്റിക് സെൽഫായിട്ട് നിങ്ങൾ അലൈനായിട്ട് വരുവാണെങ്കിൽ കുറേ കൂടി കാര്യങ്ങളിലേക്ക് ഒരു മറ്റുള്ള ആൾക്കാരെ സൊസൈറ്റിയിലേക്ക് കൂടുതൽ ഇറങ്ങിച്ചെന്ന് അത്തരത്തിലുള്ള ആൾക്കാർക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ ചെയ്തു കൊടുക്കാനും, നിങ്ങൾ പലരും മോട്ടിവേറ്റർ ആയിരിക്കാം, ഹീലേഴ്സ് ആയിരിക്കാം, ഡോക്ടേഴ്സ് ആയിരിക്കാം, മെഡിക്കൽ ഫീൽഡിൽ വർക്ക് ചെയ്യുന്ന ആൾക്കാരായിരിക്കാം. സോ നിങ്ങൾക്ക് ഒരുപാട് നല്ല കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടിയിട്ട് ചെയ്യാൻ സാധിക്കുന്നതാണ്. ടീച്ചേഴ്സ്, ഇതൊക്കെ ഈ ഒരു ഗ്രൂപ്പിൽ പെടുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നു. സോ മനസ്സിലാക്കുക, നിങ്ങളിൽ ഒരുപാട് പൊട്ടൻഷ്യലായിട്ടുള്ള കഴിവുകളുണ്ട്. അപ്പോൾ അത് നിങ്ങൾ ഡ്രീംസിൽ അല്ലെങ്കിൽ ഉറങ്ങാൻ പോകുന്നതിന് മുന്നേ നിങ്ങളുടെ ഹയർ സെൽഫുമായിട്ട് ഒന്ന് കണക്ട് ചെയ്ത് നിങ്ങളിപ്പോഴും നിങ്ങളുടെ ട്രൂ പൊട്ടൻഷ്യൽ നിങ്ങൾക്ക് തിരിച്ചറിയാൻ പറ്റുന്നില്ല, നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് അറിയാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഹയർ സെൽഫുമായിട്ട് കണക്ട് ചെയ്ത് ചോദിക്കാവുന്നതാണ്. ഈ ഒരു കാർഡ് പൈൽ സെലക്ട് ചെയ്താൽ നിങ്ങളിൽ പലരും എനിക്ക് സോൾ പർപ്പസായിട്ടാണ് ഇവിടെ കൂടുതൽ മാച്ച് ചെയ്യാൻ പറ്റുന്നത്. ആർട്ടുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ആൾക്കാർ, അതായത് നിങ്ങൾക്കൊരു ടാലൻ്റ് ഉണ്ടാവും, സ്പെഷ്യൽ ടാലൻറ്റ്, ക്രിയേറ്റീവ് ആയിട്ടുള്ള ടാലൻറ്റ്. അതായത് വളരെയധികം മനോഹരമായിട്ട് ചിത്രങ്ങൾ വരയ്ക്കാൻ അല്ലെങ്കിൽ സംതിങ് ഒരു ക്രിയേറ്റിവിറ്റി എഴുതുന്ന ആൾക്കാരായിരിക്കാം. അപ്പോൾ നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു കാര്യം പെട്ടെന്ന് ഒരു സബ്ജക്റ്റ് ലഭിച്ചാൽ തന്നെ അതിനെക്കുറിച്ചൊന്നെങ്കിൽ പെട്ടെന്നൊരു ചിത്രം വരയ്ക്കാൻ അല്ലെങ്കിൽ എഴുതാൻ, പുതിയ സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ, ഇങ്ങനെയുള്ളൊക്കെ കഴിവുകൾ കൂടുതലായിരിക്കും. അപ്പോൾ നിങ്ങൾ മനസ്സിലാക്കേണ്ട കാര്യം, ഇതൊക്കെ നിങ്ങൾക്ക് പാസ്റ്റ് ലൈഫിൽ നിന്ന് അക്വയറായിട്ട് വന്നിട്ടുള്ള നോളജാണ്. സോ നിങ്ങൾ അത്തരത്തിലുള്ള കഴിവുകൾ കയ്യിലുണ്ടെങ്കിൽ അത് ഇല്ലാതാക്കരുത്, മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെ ശ്രമിക്കണം. കാരണം നിങ്ങൾക്ക് ചിലപ്പോൾ നിങ്ങൾ വിചാരിക്കുന്ന കാര്യത്തിൽ നിന്നായിരിക്കില്ല നിങ്ങൾക്ക് ഗ്രോത്ത് ഉണ്ടാകുന്നത്. ഇത്തരത്തിലുള്ള ടാലൻസ് നിങ്ങളുടെ കയ്യിലുണ്ടെങ്കിൽ ഇത്തരത്തിലുള്ള കാര്യങ്ങളിൽ നിന്നായിരിക്കും നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാവാൻ പോകുന്നത്. സോ ഇത്തരത്തിലുള്ള കഴിവുകൾ വളർത്തിയെടുക്കാൻ ശ്രമിക്കുക. നിങ്ങൾ പലരും ചിലപ്പോൾ പുതിയ സ്പിരിച്വൽ പ്രാക്ടീസസ്, റേക്കി പോലുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ ടാരോട്ട് റീഡിങ് പഠിക്കുക, അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഇതുപോലുള്ള കാര്യങ്ങളുമായിട്ട് മറ്റുള്ളവരെ ഹെൽപ്പ് ചെയ്യാൻ വേണ്ടി സ്പിരിച്വലായിട്ടുള്ള നോളജ് പകർന്നു കൊടുക്കാൻ പറ്റുന്ന തരത്തിൽ എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പുതുതായി പഠിക്കാൻ ആഗ്രഹിക്കുന്നവരായിരിക്കാം. സോ ഇത് നിങ്ങളുടെ പാസ്റ്റ് ലൈഫ് ടൈമെന്ന് പഠിച്ചതാണ്. ഓക്കെ, മെയിനായിട്ട് എനിക്ക് ഇവിടെ ലാസ്റ്റ് ഫൈനലി പറയാൻ പറ്റുന്നൊരു കാര്യം, നിങ്ങൾ പാസ്റ്റ് ലൈഫിൽ നിന്ന് ഉള്ള ആൾക്കാർക്ക് ഫൊർഗീവ് ചെയ്ത് കൊടുക്കാൻ ശ്രമിക്കുക. കാരണം നിങ്ങൾക്കിപ്പോൾ മൈൻഡിൽ മനസ്സിലാവുന്നുണ്ടാവും നിങ്ങളുടെ പാസ്റ്റ് ലൈഫിൽ നിന്ന് വന്ന ആൾക്കാർ. അപ്പോൾ അത്തരത്തിലുള്ള ആൾക്കാരുമായിട്ട് നിങ്ങൾക്ക് എന്തെങ്കിലും ഒരു ഈഗോ ഇഷ്യൂസ്, ട്രസ്റ്റ് ഇഷ്യൂസ് ഒക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ ഫൊർഗീവ് ചെയ്ത് കൊടുക്കുക. നിങ്ങളുടെ പാത്തുമായിട്ട് മുമ്പോട്ട് പോവുക. കാരണം നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ഈ ഒരു ലൈഫ് ടൈമിൽ ചെയ്ത് തീർക്കാനുണ്ട്. സോ അത്തരത്തിലുള്ള കാര്യങ്ങളുമായിട്ട് മുമ്പോട്ട് പോകാൻ ശ്രമിക്കുക. നിങ്ങൾക്ക് കൂടുതൽ ഗ്രോത്ത് ഉണ്ടാക്കി തരും.